വയനാട് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ സഖാക്കന്മാരുടെ കൂക്കിവിളി ഏൽക്കേണ്ടി വന്ന ടി സിദ്ദിഖ് MLA ആരും മറന്നിട്ടില്ല. സഖാക്കന്മാരെ കൊണ്ട് MLA കൂകി അപമാനിച്ചതാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. പൊതുമധ്യത്തിൽ അപമാനിതനാകുന്നതിന്റെ നൊമ്പരം പിന്നീട് ടി സിദ്ദിഖ് MLA പങ്കുവച്ചതും നമ്മൾ കണ്ടു. ഇന്ന് അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ്. CPM നേതാവ് കൂടിയായ റിയാസ് ഇപ്പോൾ പൊതുവേദിയിൽ സമാനമായ രീതിയിൽ അപമാനം ഏറ്റുവാങ്ങിയപ്പോൾ സിദ്ദിഖ് അനുഭവിച്ച വേദന സഖാക്കന്മാർ ഇപ്പോൾ അറിയുന്നുണ്ടാകും. ആരെയും ഈ രീതിയിൽ അപമാനിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ കൊട്ടേഷൻ നൽകി അപമാനിക്കുന്നവരോട് ക്ഷമിക്കാൻ സാധിക്കുമോ? മുണ്ടക്കൈയിൽ സംഭവിച്ചത് അതാണ്. സർക്കാരിന്റെ പരിപാടിയായിട്ട് കൂടിയാണ് അവിടെ സഖാക്കന്മാർ കടന്നുകൂടി MLA അപമാനിച്ചത്. ഒരാഴ്ച തികയും മുമ്പ് തന്നെ അതിനെ ന്യായീകരിച്ച മന്ത്രിക്ക് തന്നെ കൂക്കുവിളി കിട്ടുമ്പോൾ കാലം കണക്ക് പറഞ്ഞു തുടങ്ങിയെന്ന് കാണാൻ സാധിക്കും. മാനാഞ്ചിറ വെള്ളിമാട് കുന്നുറോഡ് ഉദ്ഘാടന വേദിയിലാണ് മന്ത്രിക്ക് കൂവലേൽക്കേണ്ടി വന്നത്. തുറന്ന വാഹനത്തിൽ മന്ത്രി വേദിയിലേക്ക് വരുമ്പോഴാണ് വലിയ ശബ്ദത്തിൽ കൂക്കി വിളിച്ച് മന്ത്രിയെ വരവേറ്റത്. ടി സിദ്ദിഖ് MLAക്ക് കിട്ടിയതിനേക്കാൾ വലിയ രീതിയിലുള്ള ബഹളമാണ് മന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. സിവിൽ സ്റ്റേഷനിലെ മുന്നിൽ നടക്കുന്ന നേഴ്സുമാരുടെ സമരത്തിനിടെയാണ് മന്ത്രിയെ സമരക്കാർ കൂകി വിളിച്ച് നാറ്റിച്ചു വിട്ടത്. ഉദ്ഘാടനം പൂർത്തിയാക്കിയതിന്റെ ഗമയിലാണ് മന്ത്രി തുറന്ന വാഹനത്തിൽ പ്രദേശത്തുകൂടി കടന്നുപോയത്. എന്നാൽ ഒറ്റക്കൂവലിൽ എല്ലാ ഗമയും അവസാനിച്ചു. മന്ത്രിക്ക് തിരിച്ചൊന്നും പറയാൻ പോലും സാധിക്കാത്ത ഒച്ചത്തിലായിരുന്നു നേഴ്സുമാരുടെ പ്രകടനം. ഈ സംഭവത്തെ ടി സിദ്ദിഖ് MLAക്ക് ലഭിച്ച അപമാനവുമായി കൂട്ടി വായിക്കുന്നുണ്ട് ചിലർ. അന്ന് അതിനെ ന്യായീകരിക്കാൻ ചില കാരണങ്ങൾ CPMകാർ നിരത്തിയിരുന്നു. കോൺഗ്രസിന് കിട്ടിയ കൂക്കിവിളിയാണ് അതെന്നും MLAയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല എന്നുമായിരുന്നു ന്യായീകരണം. എന്നാൽ പിന്നീട് ഈ രീതിയിൽ പെരുമാറാൻ CPMകാർ കച്ചുകെട്ടി ഇറങ്ങിയവരുടെ വേലയായിരുന്നു അതെന്ന് ബോധ്യമായതോടെയാണ് കള്ളക്കളി പുറത്തു വന്നത്. ഇവിടെ റിയാസിന് കിട്ടിയ കൂക്കുവിളി പക്ഷേ ആരുടെയും കൊട്ടേഷൻ അല്ല. നഴ്സുമാരുടെ മറ്റ് യുവജനങ്ങളുടെയും തൊഴിലടക്കം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് LDF സർക്കാരിനേറ്റ കൂക്കുവിളി തന്നെയാണ്. അവരെ ആരും ചട്ടം കെട്ടി ഇറക്കിയിട്ടില്ല. ഒരു LDF മന്ത്രിയെ കണ്ടാൽ ഇതായിരിക്കും സ്വാഭാവിക പ്രതികരണമെന്ന് LDFകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. തെളിവായി മന്ത്രിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം.